സ്പെഷ്യൽ ബ്രാഞ്ചിലെ വിജയൻ സാറാ. നീ സ്പീക്കർ മോഡിലിട്. പ്രതാപചന്ദ്ര വിജയനാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിച്ചത് കുബേരയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ്. പറഞ്ഞോ. അതെ, കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിലൊക്കെ ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്നവരൊക്കെ മറ്റൊരാളുടെ ബിനാമികളാണ്. ചെക്കും ഡോക്യുമെന്റ്സും ഒക്കെ സൂക്ഷിക്കുന്നത് അയാളാണ്. അതാരാ അങ്ങനെ ഒരാള്? അതെനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയാ പ്രതാപ ഞാൻ തന്നെ വിളിച്ചത്. എന്റെ സ്റ്റേഷൻ അതിർത്തിയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിയാ പോരെ വിജയ? അതെ പ്രതാപ, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബിനാമികൾ പലരും മിക്ക ആഴ്ചകളിലും തച്ചങ്കോട് വന്ന് പോകുന്നുണ്ട്. എന്റെ സംശയം അവർക്ക് പണം കൊടുക്കുന്ന സ്രോതസ് ആ ഭാഗത്ത് എവിടെയോ ആണെന്നാണ്. ഞാനൊന്ന് അന്വേഷിക്കാം വിജയ. ഓക്കെ ഓക്കെ. ഓഫി, ബ്ലേഡ് പലിശക്കാരുടെ തല ഒരുത്തൻ തച്ചങ്കോടുണ്ടെന്ന്. സ്പെഷ്യൽ ബ്രാഞ്ചിന് വേറെ പണിയൊന്നുമില്ല. ആലിസേ, ചിലപ്പോ ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് എന്ന നിന്റെ അപ്പനായിരിക്കോ ഈ തല? ഒരു തവണ അറസ്റ്റ് ചെയ്തുണ്ടായിരുന്നല്ലേ, കസ്റ്റഡിയിൽ എടുത്തല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ അപ്പൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടേന്നറിയൂ. ഇനി ഇതിന്റെ പേരിൽ അപ്പനെ കസ്റ്റഡിയിൽ എടുത്താ ദൈവശാപം കിട്ടും കേട്ടോ. ഓ പിന്നെ, എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ വിജയൻ ഇങ്ങനെ പറയില്ല. തച്ചങ്കോട് ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. നടന്നതുവാ. എന്തേ? കൂടിപ്പോയാൽ ഒരു 5 ലക്ഷം രൂപ വരെ പലിശയ്ക്ക് കൊടുക്കുന്ന ഞാനൂല് ബ്ലേഡുകാരെ പിടിക്കാനല്ലേ ഇത്രയും നാളും പറ്റുള്ളൂ. കൊമ്പന്മാരെ പിടിക്കണമെങ്കിൽ തന്റെ ഇടം വേണം. നീന്റെ തന്റെ അടുത്ത ചോദ്യം ചെയ്യരുത്. പ്രതാപേട്ടന്റെ കാര്യം മാത്രമല്ല, ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലെ അവസ്ഥകളും ഇങ്ങനെയൊക്കെ തന്നെയാ. മേലുദ്യോഗസ്ഥരെ കാണിക്കാനും മുട്ടിന് വാർത്ത വരുവാനും കുറച്ച് റെയ്ഡുകൾ. കോടികളുടെ ഇടപാട് നടത്തുന്നവർ കാണേണ്ടവരെ കാണേണ്ടതുപോലെ കണ്ടാൽ അവർക്കൊക്കെ പിന്നെ VIP പരിഗണന. ഇക്കാര്യത്തിൽ ഏത് VVIP ആണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. അങ്ങ് ചെല്ല്. SI പ്രതാപചന്ദ്രന്റെ തല റോഡിൽ കിടന്ന് ഉരുളും. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തലപ്പത്തെ കക്ഷികളെ പിടിക്കാൻ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് പറഞ്ഞതാ. ഒന്നിൽ തൊപ്പി തെറിക്കും, അല്ലെങ്കിൽ തല തെറിക്കും. അങ്ങനെ പേടിച്ച് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് എടുക്കുന്നവനല്ല SI പ്രതാപചന്ദ്രൻ. ബ്ലേഡുകാരുടെ റാണി ഈച്ചയെ പിടിച്ച് തച്ചങ്കോടിനെ സമ്പൂർണ്ണ പലിശ വിമുക്ത പ്രദേശമാക്കിയ ഞാനാണ്. എന്റെ പ്രതാപേട്ട, ഒരു SIയോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സർവ്വസന്നാഹങ്ങളോ ഇറങ്ങിയാലും ഈ ബ്ലേഡ് പലിശക്കാരെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് സാധാരണക്കാരന് ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുക്കാൻ ബാങ്കുകൾ തയ്യാറാവണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? വീട് വെക്കാൻ, അല്ലെങ്കിൽ ഒരു കല്യാണ ആവശ്യത്തിന്, അടിയന്തരമായ ഒരു ആശുപത്രി കാര്യത്തിന്, അതും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, ഇതിനൊക്കെയല്ലേ പണത്തിന് ആവശ്യം. ബാങ്കുകളുടെ ഫോർമാലിറ്റീസിന് മുന്നിൽ മാസങ്ങൾ കാത്തിരിക്കാൻ പറ്റുമോ? അപ്പോഴെന്ത് ചെയ്യും? പെട്ടെന്ന് കിട്ടാവുന്നിടത്തുനിന്ന് വാങ്ങും. ആ അവസ്ഥ മാറി വളരെ പെട്ടെന്ന് വായ്പകൾ ആവശ്യക്കാരിലെത്തിക്കാൻ ബാങ്കുകൾ തയ്യാറായാൽ ബ്ലേഡുകാർ തന്നെ ഇല്ലാതായിക്കോളും. പണം കൊടുക്കുന്നതും വാങ്ങുന്നതുമല്ല ആലിസ് ഇവിടുത്തെ പ്രശ്നം. കള്ളപ്പണം ധാരാളമായി ഒഴുകുന്നു. അതിന് നിയന്ത്രണം വേണമെങ്കിൽ ഈ കൊള്ളപ്പലിശക്കാരെ പിടികൂടണം. അങ്ങനെ ബ്ലേഡുകാർക്ക് കള്ളപ്പണം എത്തിച്ചു കൊടുക്കുന്ന ഒരുവൻ തച്ചങ്കോടുണ്ടെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുത്തും അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. കിട്ടി മോളെ, കിട്ടി. മൂലത്തറ ജിമ്മിച്ചൻ, ദുബായിലെ കക്ഷിയ. അയാളാ തിരുവനന്തപുരത്തെ പല പ്രമുഖർക്കും കാശ് കൊടുക്കുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല. നാളെ തന്നെ CA സാറിനോടും DSP സാറിനോടും ഇക്കാര്യം ഞാൻ പറയും. അയാളുടെ വീട് റെയ്ഡ് ചെയ്യാൻ ആവശ്യമായ പോലീസ് ഫോഴ്സിനെ അവരെ കൊണ്ട് ഞാൻ നേടും. പ്രതാപേട്ടൻ ഇത്ര മണ്ടനായി പോയല്ലോ. CAയും DYSP ഒക്കെ അറിഞ്ഞുകൊണ്ട് അയാൾ ബിസിനസ് നടത്തുന്നെങ്കിലോ? റെയ്ഡിന് മുന്നേ ജിമ്മിച്ചൻ എല്ലാ രേഖകളും മാറ്റും. ഒടുവിൽ പ്രതാപേട്ടൻ പരിഹാസ്യനാവും. സമൂഹത്തിലെ മാന്യനെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ചിലപ്പോ സസ്പെൻഷൻ കിട്ടിയെന്നിരിക്കും. ഓഹോ, അപ്പൊ മൂലത്തറ ജിമ്മിച്ചൻ അയാളുടെ പാട്ടിന് പോട്ടേന്നാണോ ആലീസ് പറയുന്നത്? ഒരു ക്രിമിനൽ രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കൂ. അവിടെ റെയ്ഡ് നടത്തുന്നതിന് മുൻപ് അയാൾ കൊള്ളപ്പലിശക്കാരനാണോ, അയാളുടെ വീട്ടിൽ ചെക്കുകളും ഡോക്യുമെന്റ്സും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് അപ്രതീക്ഷിതമായ റെയ്ഡ് നടത്തണം. ആദ്യം വേഷം മാറിപ്പോയി ജിമ്മിച്ചിനെ കുറിച്ച് കിട്ടിയ വിവരങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ വേഷം കെട്ടിപ്പോയി കേസ് തെളിയിക്കേണ്ട ഗതികേടൊന്നും SI പ്രതാപചന്ദ്രൻ ഇല്ല. പ്രതാപേട്ടനല്ലേ പറയാറ്, ഒരു കേസ് തെളിയിക്കാൻ എന്ത് വേഷം കെട്ടാനും പോലീസുകാർ തയ്യാറാവണമെന്ന്. ഇതങ്ങനെ തെളിയിക്കേണ്ട ഒന്നല്ല. പിന്നെ ഒരു കാര്യം, ഞാനാണ് തച്ചങ്കോട് പോലീസ് സ്റ്റേഷനിൽ SI, അല്ല നീ അല്ല. ഒരു കേസ് ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനിടയ്ക്ക് നിന്റെ വിവരം കെട്ട അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട. എങ്കിൽ പിന്നെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജിമിച്ചിനെ കസ്റ്റഡിയിൽ എടുക്കാൻ നോക്കും. കസ്റ്റഡിയിൽ എടുക്കും. ആദ്യം മൂലത്തറ നാട്ടിൽ വരട്ടെ. സെബാസ്റ്റ്യ, നാളെ രാവിലെ താൻ ഇവിടെ എത്തണം.
ചില അത്യാവശ്യ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആയിരിക്കും. ജിമ്മിച്ചിനെ പോലെ ഒരു പെരുമ്പാവിനെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ സാറേ. സെബാസ്റ്റ്യ, പല കൊലക്കൊമ്പന്മാരും മുട്ടുകുത്തിയിരിക്കുന്നത് ശക്തിയുടെ മുന്നിലല്ല, ബുദ്ധിയുടെ മുന്നിലാ. ഇക്കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നിലാണല്ലോ. എല്ലാരും സെബാസ്റ്റ്യനെ പോലെയാണെന്ന് ധരിക്കരുത്. ആ, ജിമ്മിച്ചൻ തന്ത്രശാലിയായ കള്ളപ്പണക്കാരനാണെങ്കിൽ SI പ്രതാപചന്ദ്രൻ അയാളെ പൂട്ടാൻ കഴിവുള്ള കുതന്ത്രശാലിയാണ്. സാറിന് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. അങ്ങനെ ഓടിച്ചാടി ചെന്നാലൊന്നും മൂലത്തറ ജിമ്മിച്ചനെ പിടിക്കാൻ കഴിയില്ല. ആദ്യം വേഷം മാറിപ്പോയി അയാളുടെ ബിസിനസ് എന്താണെന്ന് പഠിക്കണം. വേഷം മാറുന്ന പരിപാടി കൊള്ളാം. നമ്മളെ ആരും തിരിച്ചറിയാത്ത രീതിയിൽ വേഷം മാറി നമ്മൾ അയാളുടെ വീട്ടിലെത്തുന്നു. ഞാൻ പിച്ചക്കാരനാവാം. അതാവുമ്പോ ഫാൻസി ഡ്രസ് മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിച്ചക്കാരൻ കോടികളുടെ പണമിടപാട് നടത്തുന്ന അയാളുടെ അടുത്ത്. നന്നായിരിക്കും. എന്ത് വേഷം വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് സാർ. ഞാൻ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷമാണ് ഈ വേഷം മാറി പോകുന്ന കാര്യം തീരുമാനിച്ചത്. SI പ്രതാപചന്ദ്രൻ ഒരു ഐഡിയ ഫോം ചെയ്താൽ അത് പാളിപ്പോവാൻ പാടില്ലല്ലോ. ഞാൻ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പഞ്ചാബി രൺവീർ സിംഗ്. താൻ ഡയമണ്ട് ബിസിനസ് നടത്തുന്ന സദാനന്ദ സേഠ്. നമുക്ക് പെട്ടെന്ന് 2 കോടി രൂപയുടെ ആവശ്യമാണ്. സേഠിന്റെ കണിയാപുരത്തുള്ള 2 ഏക്കർ സ്ഥലം ഈട് വെച്ച് അർജന്റായി 3 ദിവസത്തിനകം 2 കോടി രൂപ സർദാർജിക്ക് കൊടുക്കണം. അല്ല, സാറിന് പഞ്ചാബി അറിയാമോ? അത്യാവശ്യം ഹിന്ദി പറയാം. സിംഗം സേട്ടും കേരളത്തിൽ വന്നിട്ട് 10-15 വർഷമായെന്നും അതുകൊണ്ട് മലയാളം എഴുതാനും വായിക്കാനും നന്നായിട്ട് സംസാരിക്കാനും അറിയാം എന്ന് അയാളെ വിശ്വസിപ്പിച്ചാൽ മതി. മൂലത്തറ ജിമ്മിച്ചനെ പിടിക്കാനാണോ രാവിലെ ഈ ചർച്ച? അതെ, നമ്മുടെ സെബാസ്റ്റ്യ, നമ്മുടെ പ്ലാനിങ് വേറെ ആരും അറിയണ്ട. വേറെ ആരും അല്ലല്ലോ, ഇത് ആലീസ് അല്ലേ? വേണ്ട, സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല, ചോരും. അതെ, നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നോട് കൂടി പറഞ്ഞാൽ അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോ. അപാകതയോ? SI പ്രതാപചന്ദ്രന്റെ പ്ലാനിങ്ങിലോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് അളന്ന് കുറിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രതാപേട്ടന്റെ അളവായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് ശരിയാ സാറേ. ആലീസിനെ കൂടെ ഇരുത്തി നമുക്ക് ഈ ഓപ്പറേഷൻ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ? ഇനി ചർച്ച ചെയ്യാൻ ഒന്നുമില്ല, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ പിന്നെ അതുപോലെ തന്നെ നടക്കട്ടെ. ജിമ്മിച്ചന്റെ ഗുണ്ടകൾ എടുത്തിട്ട് പെരുമാറിയേ എല്ലു നുറുങ്ങി വന്നാലേ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. പോ. നമ്മുടെ പ്ലാനിങ് ആലീസിനോട് അറിഞ്ഞാൽ എന്താ സാറേ കുഴപ്പം? അതൊന്നും ശരിയാവില്ല. നമ്മളിപ്പോ അത് ആലീസിനോട് പറയും, ആലീസ് അത് സബീനോട് പറയും, പിന്നെ നാട് മുഴുവൻ അറിയും. ഉള്ളതാ. അതുകൊണ്ടാ ഞാനിങ്ങനെ അതീവ ജാഗ്രത വേണ്ട പല കാര്യങ്ങളും ആലീസിനോട് പറയാത്തത്. എപ്പോഴാ ജിമ്മിച്ചൻ ഇത് പോകുന്നത്? ഉച്ചയോടുകൂടി പോവാം. പോകുന്നതിന് മുൻപ് സെബാസ്റ്റ്യൻ സേട്ടുവും ഞാൻ പഞ്ചാബിയുമാകണം. പിന്നൊരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ വേഷം മാറിയാണ് കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് ആലീസ് അറിയരുത്. ഞാൻ പറയില്ല സാർ. എങ്കിൽ ഇപ്പൊ തന്നെ പൊയ്ക്കോ. പോയി നമുക്ക് ഫാൻസി ഡ്രസ്സിനുള്ള വേഷങ്ങൾ റെഡിയാക്കുക. ശരി സാർ. സൂപ്പർ പഞ്ചാബി തന്നെ. സെബാസ്റ്റ്യൻ ഒരു സേട്ടിന്റെ ലുക്ക് അത്ര പോരാ. അഡ്ജസ്റ്റ് ചെയ്യാം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അയാൾക്കൊരു സംശയം തോന്നാത്ത രീതിയിൽ വേണം പെരുമാറാൻ. പെരുമാറ്റത്തിന് ഒരു കുഴപ്പവും കാണില്ല, പക്ഷേ പറയുമ്പോ എന്തെങ്കിലും തെറ്റിപ്പോന്നൊരു പേടി. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമ്മൾ യഥാർത്ഥ ഇടപാടുകാരല്ല എന്നൊരു സൂചന മൂലത്തറക്കി കിട്ടിയാൽ മതി. പിന്നെ ജീവനോടെ നമ്മൾ രണ്ടുപേരും പുറത്തു വരില്ല. ജീവൻ പണയം വെച്ച് ഇത്രയും വലിയ റിസ്ക് എടുക്കണോ സാറേ നമ്മള്? സെബാസ്റ്റ്യ,
ഉന്നത സ്ഥാനത്ത് കയറിയിട്ടുള്ള പലരും റിസ്ക് എടുത്തിട്ടുള്ളവരാണ്. ജിമ്മിച്ചനെ പോലത്തുള്ള കേട്ടറിവ് വെച്ച് നോക്കുമ്പോ ഈ എടുക്കുന്ന റിസ്ക് ഉയരത്തിലേക്കല്ല 6 അടി താഴ്ചയിലേക്ക് പോകാനാണ് സാധ്യത. പോസിറ്റീവായിട്ട് ചിന്തിക്ക് സെബാസ്റ്റ്യ. ഈ മൂലത്തറ ജിമ്മിച്ചാൻ മറ്റുള്ളവരുടെ പണം കൊണ്ട് തടിച്ചു കൊഴുത്ത ഒരു ബ്ലേഡ് മാഫിയ കിങ് ആണ്. ഇവനെ പോലുള്ള കഴുത്തറുപ്പന്മാര് കാരണമാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളും ചിട്ടിക്കമ്പനികളിലും വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായത്. അപ്പൊ പിന്നെ ഈ നാടിന്റെ സാമ്പത്തികാവസ്ഥ തകർക്കുന്ന ജിമ്മിച്ചനെ പോലുള്ള ആളുകളെ നമ്മൾ പിടികൂടണ്ടേ? ഒരു ധൈര്യത്തിന് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാരെ വിളിക്കാമായിരുന്നു. അതിൽ ഈ മൂലത്തറയുടെ ചാരന്മാരില്ലെന്ന് ആര് കണ്ടു? നമ്മൾ രണ്ടുപേരും മാത്രമുള്ളതാ സേഫ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ബ്ലേഡ് മാഫിയ കിങ് മൂലത്തറ ജിമ്മിച്ചനെ SI പ്രതാപചന്ദ്രനും സിവിൽ പോലീസ് ഓഫീസർ VK സെബാസ്റ്റ്യൻ ചേർന്ന് തന്ത്രപരമായ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വന്നാൽ അതിന്റെ ഗുണം സെബാസ്റ്റ്യനും അല്ലേ? ഒരു മികച്ച പോലീസുകാരനെ ഞാൻ സെബാസ്റ്റ്യനിൽ കാണുന്നു. ആ പ്രതിഭയെ പ്രകാശിപ്പിക്കാനുള്ള കൊച്ചു കൊച്ചു ട്രെയിനിങ്ങുകളായി ഇതിനെ കരുതിയാൽ മതി. വാ, സദാനന്ദ സേട്ടായിട്ട് സെബാസ്റ്റ്യൻ ഇരുന്ന് തന്നാ മതി. ഫിഗർ മത് കരോ, ബാക്കിയെല്ലാം രൺവീർ സിംഗ് കരേഗ. രൺവീർ സിംഗ് അതാരാ? അതല്ലേ തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. താൻ വാടൂ. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിന്ന ആളുകൾ ശ്രദ്ധിക്കും. ബല്ലേ വാ. ഹലോ, ഇത് എവിടെയാ? സ്റ്റേഷനിൽ നിന്ന് ഉച്ചയായപ്പോ സെബാസ്റ്റിനെ കൂട്ടി പോയതാണല്ലോ. ഞാൻ ഒരു ക്രിമിനലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തന്ത്രപ്രധാനമായ ഒരു ഓപ്പറേഷനിലാണ്. ഞാൻ എത്ര തവണ വിളിച്ചു. മൊബൈൽ സൈലന്റ്. ഞാനിപ്പോ വിളിച്ചതേ എന്റെ മിഷൻ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോ രാത്രി വൈകും, ചിലപ്പോ ഞാൻ രാവിലെ എത്തും. നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ. രാത്രിയിൽ എന്ത് പരിപാടിയാ? ആലിസേ, കള്ളന്മാരെ പോലെ തന്നെ രാത്രിയിൽ ഉണർന്നിരുന്ന് പോലീസ് ഉദ്യോഗസ്ഥനും ജോലി ചെയ്യേണ്ടി വരും. ഞാനിപ്പോ ചെയ്യുന്ന വർക്കിന്റെ റിസൾട്ട് വരുമ്പോ നീ എന്നെ അഭിനന്ദിക്കും. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മൾ രണ്ടും കൂടി പോണോ? സാർ ഒറ്റയ്ക്ക് ചെല്ലേ? സെബാസ്റ്റ്യൻ, പേടിക്കാതെ എന്റെ കൂടെ വാ. പേടിക്കാതെ പറ്റൂ? വല്ല സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പണി കിട്ടും. സാർ ഇവിടെ നിന്ന് 100 മീറ്റർ ഓടിയ വീടെത്തും. അതുപോലെയാണ് എന്റെ കാര്യം. 6 കിലോമീറ്റർ ഓടണം. നേരത്തൊരു പോലീസുകാരന് ഒട്ടും ചെയ്തില്ല. ഭാര്യയും മക്കളുള്ള പോലീസുകാർക്ക് കുറച്ച് വീരത്വം കാണും സാറേ. എന്തെങ്കിലും സംഭവിച്ച ഒരു മുൻകരുതലിന് തോക്കെടുത്തിട്ടുണ്ടല്ലോ സാറേ. അത് കണ്ടു. താൻ എന്റെ കൂടെ വന്നാൽ മാത്രം മതി. ഈ ഓപ്പറേഷനിൽ പങ്കാളിയായതിന്റെ പേരിൽ അധികം താമസിക്കാതെ കിട്ടാൻ പോകുന്ന പ്രതിഫലം സെബാസ്റ്റിന് ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്തതായിരിക്കും. സാറേ, ഇത് പൂട്ടിയിരിക്കുകയാണ്. സമാധാനം. അപ്പൊ തിരിച്ചു പോവല്ലേ? അതല്ല, അകത്ത് ആരുമില്ലെന്ന് ഉറപ്പായില്ലേ? ഇനി ആരെയും പേടിക്കാതെ തെളിവ് ശേഖരിക്കാം. അതിനിപ്പോ ആദ്യം ഇതിന്റെ അകത്ത് കയറണ്ടേ? കയറണം. ഗേറ്റ് ചാടും, അല്ലെങ്കിൽ മതിൽ ചാടും. സെബാസ്റ്റ്യൻ ആദ്യം ചാടും. എനിക്ക് മതിലാടി അത്ര പരിചയമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ശീലിക്കുന്ന. ചാടും. ഇതെങ്ങനെ കുരങ്ങനെ പോലെ അള്ളി പിടിച്ചിരിക്കാതെ ചാട്. സാറേ, ആരെങ്കിലും കാണും? ചാടിക്കോന്നെ, പതുക്കെ ചാടിക്കോ. സാറേ, എനിക്ക് പേടിയാവണം സാറേ. വലിയ ഹൈറ്റ് ഒന്നുമില്ല, ചാടിക്കോ. ചാടങ്ങോട്ട് ധൈര്യമായിട്ട്. കാലെടുത്ത് അപ്പുറത്തോട്ടിട്. സാറേ, കുഴിയാണ് സാറേ. കള്ളൻ
അയ്യോ സാറേ എന്നെ ഇറങ്ങിട്ട് പോ സാറേ. സെബാസ്റ്റ്യൻ എങ്ങനെയും ഓടി രക്ഷപ്പെട്ടോ. എങ്ങനെ? അയ്യോ ഗേറ്റിന് ഇങ്ങോട്ട് Sebastian. സെബാസ്റ്റ്യനെ അവർ കൊന്ന ഇത് കൂട്ടിയിരിക്കുകയാണല്ലോ. അലിസ് എവിടെ പോയി? പ്രകാശ, കുറച്ച് ആൾക്കാരെ കൂട്ടി വേഗം ഇവിടേക്കുന്നു വാ. പുറത്തൊരു ഭീകരൻ നിപ്പുണ്ട്. വേഗം വരണം. പ്രതാപേട്ട ഇതുവരെ വന്നിട്ടില്ല. വേഗം വരണേ. തോക്കിതെവിടെ പോയി? ഇവിടെയാണല്ലോ വീണത്. ഇവിടെ ഉണ്ടാവൂ? കാണുന്നില്ലല്ലോ. കിട്ടി. ഓ ഭാഗ്യം. സെബാസ്റ്റ്യന്റെ കാര്യം എന്തായി കാണുമെന്തോ. ഇവിടെ ഉണ്ട്. कौन है बे? अनी पोड़ शूटिंग है. ആലിസ് നീ പ്രതാപേട്ടാ